താഴെ കിട്ടോ അവിടെ കൂടെ കഴുക അങ്ങോട്ട് വണ്ടി ഫ്രണ്ടൊക്കെ കഴുകിട്ട് വാ സ്റ്റിക്കർ എന്തിയേ ഇന്ന് ഓല എടുക്കും ഓല ആ തേച്ചെടുത്ത് ചെയ്തു മോനെ ആ കഴിക്ക് ആദ്യത്തെ കോലത്തിന്റെ ഇല്ല അത് നല്ല വീഡിയോ കാണാൻ എന്ത് നമ്മുടെ ആദ്യത്തെ വീഡിയോ അത് പ്രശസ്തമായ വണ്ടിയാണിത്. മൻ തേച്ച് കഴിയടാ. ഇവയാണ് ഫുള്ള് വണ്ടി കഴിയുന്നത്. വണ്ടി കഴുകുക. കഴിക്ക്. ആദ്യം തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്നറിയോ? ഈ വണ്ടിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. കാരണം ഈ വണ്ടി ഉള്ളവനോട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ആ ഓലയാണോ? ഇതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലേ? ആദ്യം അറിയേണ്ടതാണ്. ഇപ്പം നമ്മൾ എത്ര നാളായി ഈ വണ്ടി എടുത്തിട്ട്? 3 വർഷത്തോളമായി. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര കംപ്ലൈൻറ്റ്? ഒരു കംപ്ലൈൻറ്റ് ഇല്ലേ? 2 കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഒന്ന് ആൻറ്റി ലോക്കിൻ്റെ കംപ്ലൈൻറ്റ്, അത് നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത്. അത് പിന്നെ ചെറിയ പ്രശ്നം ഉണ്ടായി. പിന്നെ ഇല്ല വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അത് ഇച്ചിരി നമുക്ക് കലിപ്പായിരുന്നു. അതൊരു എത്ര നാളായി? നമ്മളൊരു 2 ആഴ്ച ഷോറൂമിൽ ഇരുന്ന് ആൻറ്റി ലോക്ക് മാറാൻ വേണ്ടി 2 ആഴ്ച അവർ ഷോറൂമിൽ വെച്ചിരുന്നു കരുനാഗപ്പള്ളിൽ. സർവീസ് മോശം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ വണ്ടി കിടിലൻ വണ്ടിയാണ്, ഒരു രക്ഷയില്ല. നല്ല ലാഭമാണ് വണ്ടി. പെട്രോൾ അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് നമുക്ക് കറണ്ട് ബില്ലും അടച്ച് വണ്ടിയുടെ CC അടയ്ക്കാം. സോളാർ വെച്ചേക്കുന്നത് ഇപ്പം കറണ്ട് ബില്ല് വരുന്നില്ല. നേരത്തെ കറണ്ട് ബില്ല് വരുന്നത് എത്രയായിരുന്നു? ഒരു നേരത്തെ അല്ല 3000-4000 രൂപ വെച്ച് 7000 വന്നേ. എന്തോ ഡിപ്പോസിറ്റ് വന്നോണ്ടല്ലോ 7000 വന്നേ. അതിൻ്റെയും പോസ്റ്റ് നമ്മൾ കേസ് വെക്കിയിട്ടുണ്ട്, KSBക്കെതിരെ. ഹലോ, ജ്യൂസ് അല്ല, തേച്ച ഞങ്ങൾ കഴിക്കോട്ട്. ഈ ബാലവേലയാണ് പറയാൻ പറ്റത്തില്ല. നമ്മുടെ പോലീസല്ലേ, ചിലപ്പോ അത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഈ അച്ഛ വണ്ടി സൂക്ഷിക്കത്തില്ലല്ലേ മോനെ? വണ്ടി ആരാ മോനെ വണ്ടി ചീത്തയാക്കിയേ? ആരാ ഇവ കുട്ടി? എന്തെടുക്കും മോനെ? വണ്ടി എന്തെടുക്കും അവിടെ? ഹലോ ഇങ്ങോട്ട് എന്തെടുക്കുമെന്ന് പറഞ്ഞ മോൻ? ഇങ്ങോട്ട് പോവാ. ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. വണ്ടി കഴിയുന്ന മൂഡിലാണ്. പിന്നെ ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്നും കാണിക്കും. ഹായ് പറഞ്ഞേ മോളെ. ഇത് മൊത്തം തിന്നുവാന്നേ, ഷാമ്പു എല്ലാം കൂടെ. അവളുടെ വിചാരം ഇതെന്തോ ജ്യൂസാണെന്നാണോ വിചാരിക്കുന്നത്? വെള്ളമുണ്ട് ടച്ചിന്. വെള്ളമല്ല, ഈ വണ്ടി വരുന്ന ഷാമ്പുവിൻ്റെ മയം കൊണ്ട് അടിച്ചു പോയടേ. ഈ വണ്ടി എടുത്തത് ഞങ്ങൾക്കൊരു കൂട്ടുകാരനെയും കിട്ടിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി ഓലാബ്രോ എന്നാണ് പുള്ളിയുടെ പേര്. ഈ വണ്ടി കാരണം കുറച്ച് കിട്ടിയിട്ടുണ്ട്. കുറെ ഫ്രണ്ട്സിനെ കിട്ടി. ടച്ചൊന്നും വർക്ക് വന്നില്ലല്ലോ. പുള്ളി
നമ്മളെ വണ്ടി എടുത്തു, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടു. വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചു. വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പക്കാണ് വണ്ടി, കുഴപ്പമൊന്നുമില്ല. അടിച്ചു പോടി, അടിച്ചു പോയി. ശിവായ വണ്ടി എഴുതാൻ ഏൽപ്പിച്ചതാണ്. ഇതോ പോയി അവളുടെ ജീപ്പിനകത്തിരിക്കുന്നേ. തുടങ്ങിയ മോനെ കുഞ്ഞ് ഷാമ്പു ഒക്കെ തിന്നിട്ട് പോയിരിക്കുകയാണ്. രാവിലെ തൊട്ട് വിളിച്ചിട്ട് കഴിക്കാൻ വന്നില്ല. പുള്ളി ഷാമ്പു ഒക്കെ കഴിച്ചു. മഴ നാമിന് പോയിരിക്കുകയാണ്. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. ഹായ് ഗൈസ്, ഹായ് ഗൈസ്. മൊത്തം ഇപ്പം 57 കിലോമീറ്റർ ആയി. ഇതിനകത്ത് വേറെ ഉണ്ട് ഓപ്ഷൻ. ഇതിപ്പം എന്തുമായി ട്രിപ്പ് ഇത് കാണിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ വന്ന അപ്ഡേഷൻ പോകും. മണി സേവ് 1,38,43. അവളുടെ ജീപ്പ് എടുത്തോണ്ട് വന്നേക്കാണ്. അപ്പം ഇത്രയും പൈസ ലാഭിച്ചെന്നാ പറഞ്ഞത്. ഈ വണ്ടിയുടെ വില എത്രയായിരുന്നു? 1,57,000 വണ്ടി വില. ഇതെന്തോ പവർ അതെന്തോ ടോർക്ക് ഇതൊക്കെ ഇപ്പോൾ വന്നേ. ഓടിച്ചോണ്ടിരിക്കുമ്പോൾ അറിയാമായിരിക്കും. ഇവക്കുട്ടി ഫ്രണ്ട് മാത്രമാണ് കഴുകുന്നത്. ഫ്രണ്ടാണ് ഒത്തിരി അഴുക്കിരിക്കുന്നത്. ടച്ച് ഒന്നും അങ്ങോട്ട് സ്മൂത്തായില്ലോ. എനിക്കൊന്ന് കഴുകേണ്ടി ആയിരിക്കും. വർക്കാവുന്നില്ല, സ്റ്റക്കായിട്ട്. അയ്യോ, കുത്തിയിട്ടില്ലായിരുന്നു വണ്ടി. ഇന്നലെ വണ്ടി ചാർജ് ചെയ്തില്ലായിരുന്നോ? അറിയില്ല. ഇതേ 24 നീ പോയപ്പോ നോക്കാൻ എന്തായിരുന്നു? ഞാൻ നോക്കിയില്ല. വണ്ടി പെട്ടെന്ന് കഴുകുവാണ്. കഴുകിയിട്ട് വേണം കുത്തിയിടാന്. ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ടാണ്. ഇവള് കുടിക്കുകയാണ് ഈ വെള്ളം. ഇവള് വണ്ടി കഴുകി, ഈ വണ്ടി കൂടെ കഴുകും. അവൾ ആ വണ്ടി എടുത്തുകൊണ്ട് വന്നേക്കുകയാണ് കഴുകാനായിട്ട്. അവളുടെ ജീപ്പും കൂടെ. ഓ പെട്ടെന്ന് കഴുകുക. അച്ഛായിട്ട് ഡ്യൂട്ടിക്ക് പോകണം. കുത്തിയിട്ടിട്ടില്ല വണ്ടി. ഇന്ന് മിക്കവാറും പെട്രോൾ അടിക്കേണ്ടി വരുമായിരിക്കും. ഹോണ്ടയിൽ പോകേണ്ടി വരും. ഇവിടെ എനിക്ക് 2 വണ്ടിയുണ്ട്, ഒരു ബൈക്കുണ്ട്. ഇനി അടുത്ത് ഞങ്ങൾ കഴുകാൻ പോകുന്നത് ഹോണ്ടയാണ്. ഞങ്ങളൊരു സർവീസ് സെൻറ്റർ തുടങ്ങിയാലോ ആലോചിക്കുക. 2 തൊഴിലാളികളുണ്ട്. ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഹോണ്ട CB 350. ഇത് കഴിയുമ്പോൾ ആ വീഡിയോ എടുക്കാം. പിന്നെ ടിഗോർ, അതിൻ്റെയും വീഡിയോ ചെയ്യാം. ഇത് ചെയ്യാൻ കാര്യം വെച്ചാൽ ഇതിനൊരു ഇതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഓലയ്ക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. ഓല എങ്ങനെയുണ്ട്, കംപ്ലൈൻ്റ് ആണോ ഫുള്ള് എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. എല്ലാവരും ആര് കണ്ടാലും ചോദിക്കുന്നത് നിൻ്റെ വണ്ടി ഓലയാണോ, ഇതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലേ എന്നാ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഓലയ്ക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. അത് ഓല നല്ല എല്ലാ വണ്ടിയും കംപ്ലൈൻ്റ് ഉണ്ട്. അത് സർവീസ് കറക്റ്റല്ല, അതാണ് മെയിൻ പ്രശ്നം. പക്ഷേ ഓലയ്ക്ക് അങ്ങനെ കംപ്ലൈൻറ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒരു ഓല പോകുന്നു. അത് ഇവിടുത്തെ ഓല കണ്ടെടുത്ത വണ്ടിയാണ്. മിന്നൽ പോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഓലയ്ക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എല്ലാ വണ്ടിക്കും ഉണ്ട്. കാരണം ഇതിനൊരു സർവീസ് ഇല്ല. ഒരു പീരിയോഡിക് സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കംപ്ലൈൻറ്റ് വരത്തില്ല. പിന്നെ സർവീസ് സെൻറ്റർ കുറവായിരുന്നു. ഇപ്പം പിന്നെ ഇതിനിടയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നു. MC അടിച്ചു പോയി. MC പോയപ്പോൾ 17,000 രൂപ MCയുടെ വില വരുന്നത്. അപ്പം ഞങ്ങൾ കൊടുത്തു. തൊട്ടാകുമ്പോഴത്തേക്ക് സർവീസ് വന്നു. അവർ ഒറ്റ ദിവസം കൊണ്ട് അവിടെ സ്റ്റോക്ക് MC ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അതെനിക്ക് ക്ലിയർ ചെയ്ത് തന്നു. വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിറ്റേ ദിവസം 17,000 രൂപ. കാരണം ഇത് എടുത്തിട്ട് 2 വർഷമായി, 40,000 കിലോമീറ്റർ കഴിഞ്ഞു, വാറണ്ടി തീർന്നു പറഞ്ഞു. എന്തോ ഭാഗത്തിന് എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തേക്കുന്നതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറി തന്നു. 17,000 രൂപ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. അത് പെട്ടെന്ന് കിട്ടി. അതിന് വലിയ പ്രശ്നം പറ്റിയില്ല. ഇടയ്ക്ക് ഒരു ആൻറ്റി ലോക്കിൻ്റെ പ്രശ്നം വന്നപ്പോൾ അത് ഞാൻ ഇടയ്ക്കൊന്ന് ആൻറ്റി ലോക്ക് അഴിച്ച് മാറ്റിയത്. ആൻറ്റി ലോക്ക് സ്റ്റക്കാവുന്നുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ചില വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നായിരുന്നു. കണ്ട അതിൻ്റെ പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. അത് പോയി. കറണ്ട് ബില്ല് വരും. ഒരു ഏകദേശം ഒരു 500,000 രൂപ നമ്മൾ ഓടുന്നതനുസരിച്ച് കറണ്ട് ബില്ല് വരുന്നുണ്ട്. പിന്നെ ഓട്ടോ ഉള്ളവരെടുത്തിട്ടേ കാര്യമുള്ളൂ. ഓട്ടോ ഇല്ലാത്തവരെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എടാ നിന്നെ ആ വണ്ടി കയറ്റിക്കാനല്ല നിന്നെ കൊണ്ടുവന്നത്. വണ്ടി ഒരു ദിവസം ഒരു ആവറേജ് നല്ല രീതിയിൽ ഒരു നമ്മൾ സാധാരണ ഒന്നും നോക്കാതെ പോകുന്നതാണെങ്കിൽ ഒരു 100-110 കിലോമീറ്റർ എങ്ങനെയാലും ഓടാം. പിന്നെ വേണമെന്ന് വെച്ച് ഓടിക്കഴിഞ്ഞാൽ 140 കിലോമീറ്റർ വേണമെന്ന് വെച്ച് നമുക്ക് ഓടാൻ പറ്റും. അത് നമ്മുടെ മാന്യമായ രീതിയിൽ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 140 കിലോമീറ്റർ അടുത്ത് എന്തായാലും ഓടാൻ പറ്റും.
പിന്നെ കംപ്ലയിൻറ്റ് അങ്ങനെ വലിയ കാര്യങ്ങൾ വരുന്നില്ല, ഓടിക്കാൻ സുഖമാണ്, നൈസാണ്. കറണ്ട് ബില്ലോ കാര്യങ്ങളോ വലിയ കൂടുതലും ഇല്ല. എനിക്കൊരു മാസം എങ്ങനെ പോലും 8,000 രൂപ. ഒരു ഹീറോ ഹോണ്ട ഗ്ലാമർ ഉണ്ടായിരുന്നു, ആ ഗ്ലാമറിൽ പോകുമ്പോൾ തന്നെ 8,000 രൂപയ്ക്ക് അടുത്ത് പെട്രോൾ ആകുമായിരുന്നു. ഈ വണ്ടിയാകുമ്പോൾ ഈ കറണ്ട് ബില്ല് ഉൾപ്പെടെ ഒരു 3,000 രൂപ 4,000 രൂപ കറണ്ട് ബില്ല്, പിന്നെ ഇതിൻ്റെ 2 മാസം CC 7,500, ഇത്രയും ഈ ഒരു റേഞ്ചേ വരത്തുള്ളൂ. അങ്ങനെ നോക്കിയാൽ ഇട്ടിട്ട് 16 രൂപ പെട്രോൾ മാത്രമാകും. പിന്നെ വീട്ടിലെ കറണ്ട് ബില്ല് കൂടെ കൂട്ടി എല്ലാം എങ്ങനെ പോയാലും ഒരു 10-18 രൂപ അത് മാത്രം അടയ്ക്കണമായിരുന്നു. ഇതാകുമ്പോൾ ഇപ്പം ഒരു കറണ്ട് ബില്ലും എല്ലാം കൂടെ കൂട്ടിയായിരുന്നു പിന്നെ ഒരു 12 രൂപ 13 രൂപ വരത്തുള്ളൂ. ഇപ്പോൾ പിന്നെ സോളാർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ 200 രൂപ കറണ്ട് ബില്ല് വരത്തുള്ളൂ. അപ്പം ആ ഒരു പ്രശ്നവും തീർന്നു. സോളാർ വെക്കുമ്പം നമുക്കൊരു വണ്ടി, പിന്നെ ഓട്ടോ ഇല്ലെങ്കിൽ എടുത്തിട്ട് കാര്യമില്ല, ഓട്ടം വേണം. ഒരു മിനിമം ഒരു ഡെയിലി ഒരു 10-50 കിലോമീറ്ററൊക്കെ ഓടുന്നവരാണെങ്കിൽ ഈ ഒരു ഇലക്ട്രിക് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ മുതലാണ്. അല്ലെങ്കിൽ ഈ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നവരും അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ വണ്ടി കഴിയടി, ഇവിടെ ജീപ്പ് കഴിയും, ഇവയ്ക്ക് ഓഫ് റോഡ് പോകാനുള്ള ഇവയ്ക്ക് ഓഫ് റോഡ് പോകാനുള്ള വണ്ടിയാണ്. പെട്ടെന്ന് കഴിക്കും. ഇത് ഞങ്ങളുടെ കുട്ടി ഭൂതം ഇരിക്കുന്ന ഇപ്പി ഭൂതമാവും, ചിലപ്പോൾ ഇഞ്ചിലാവും. ഹായ്. എടപ്പോ പോനെ ഞാനോ? ഓ നീ ചുമ്മാ നിൽക്കണ്ട വാ കഴുകാനൊന്നും. അച്ഛ കഴുകാം, വാ വാ. അവള് സ്വന്തമായിട്ട് അവളുടെ വണ്ടി കഴിയാണ്. ഞാൻ കഴിയത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ നിന്റെ കഴിവ് പോരാ. ഞാൻ കഴിയത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ വീഡിയോ ഞങ്ങൾ ഇടിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുക, പോരായ്മകളൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ ഇല്ലേ, ഒറ്റ സ്ട്രെച്ചിലെടുത്തുന്ന വീഡിയോ. എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ഓഡിയോ നോക്കണം, അതൊക്കെ പഠിക്കണം. പഠിച്ചിട്ട് ഓരോ വീഡിയോയ്ക്കകത്ത് ഇമ്പ്രൂവ് ചെയ്യണം. ജസ്റ്റ് ഇനി സോളാറിൻ്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. അത് ഞങ്ങൾ പ്രത്യേകം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്, സോളാർ വെച്ചേക്കുന്നത്. ഇത് ഹീറോ ഹോണ്ട, ഞങ്ങളുടെ ഫസ്റ്റ് വണ്ടി, ഹീറോ ഹോണ്ട CD Deluxe. ഇതാണ് സോളാറിൻ്റെ സിസ്റ്റം. ഇതൊക്കെ ഒത്തിരി വീഡിയോയ്ക്കകത്ത് വന്നിട്ടുണ്ട്, ഒത്തിരി പേര് യൂട്യൂബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആധികാരികമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. ഇതാണ് ഇൻവെർട്ടർ. ഇപ്പോൾ ഇതിനകത്ത് ഒരു 1520 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ACBക്ക് പോകും, ബാക്കി ഇവിടെ യൂസ് ചെയ്തതിൻ്റെ ബാക്കി ACBക്ക് പോകുന്നുണ്ട്. ഈ മാസം വലിയ കറണ്ട് ബിൽ വന്നിട്ടുണ്ട്. ഓരോ മാസം 260 രൂപ അവരുടെ ചാർജ് വരും. ഇത് മീറ്ററിൻ്റെ അല്ല, മീറ്റർ ഞാൻ മേടിച്ചു കൊടുത്തതാണ്, മീറ്ററിൻ്റെ വരത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും അവരുടെ സർവീസ് ചാർജ് വരും. എനിക്ക് തോന്നുന്നു അവർ നമ്മൾ കൊടുക്കുന്ന കറണ്ടും അവരുടെ ലൈനിൽ കൂടി അതിൽ കൂടെയൊക്കെയാണ്. ഞാൻ അവിടെ നിന്ന് ചോദിച്ചാൽ പറയുന്നത് അവരുടെ ലൈനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൈനും അതിനൊക്കെ റെൻ്റായിട്ട് ഒരു ഫിക്സഡ് ചാർജ് വേണ്ടി വരും, അതാണ് പറയുന്നത്. അപ്പോൾ ഈ നമുക്ക് സോളാർ വെച്ചേക്കുന്നത് മുട്ടത്തുള്ളൊരു കരിമുളക്കൽ ഏജൻസിയാണ്. അവർ നൈസാണ് കേട്ടോ, പക്കയാണ്. അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ടുവന്ന് പേപ്പറും കാര്യങ്ങളും മേടിച്ചിട്ട് പോയി ലോൺ സെറ്റ് ചെയ്തു. ലോണായി 2 ലക്ഷം രൂപ ലോണ്, 2.25 ലക്ഷം രൂപ മൊത്തം. അത് പെട്ടെന്നാണ് എല്ലാം ക്ലിയർ ചെയ്തത്. 3-4 ദിവസം കൊണ്ട് അവർ സെറ്റ് ചെയ്തു. കഴിഞ്ഞ മോനെ കഴിഞ്ഞ മോനെ അതിന്റെ ദേഷ്യത്തിലാണ്, കലിപ്പായിട്ടിരിക്കും ആകെ. അവളോട് ചോദിക്കാതെ അവളുടെ ഉടുപ്പെടുത്തു. ഹലോ, എന്തെടുക്കുവാ? ചായ കുടിക്കോ? എന്തെടുക്കുവാ? ഇത് ഞങ്ങളുടെ വിനീഷ്, ഞങ്ങളുടെ ശിവശക്തി ഒരു ഇതുണ്ട്, അതിന് ഓടുന്ന വണ്ടിയാണ്. പിന്നെ അച്ഛൻ ഓടിക്കുന്ന അച്ഛൻ നല്ല വലിയ ഓട്ടത്തിനൊക്കെ പോകും. കഴിഞ്ഞില്ലടാ? വെള്ളം കണ്ടാ പിന്നെ ഭ്രാന്താണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഓലയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഓലയെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുള്ളൊരു മെസ്സേജ് അയക്കുക. ഇപ്പോഴത്തെ ഇത് ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇത് Gen 1 ഇത് ഷോക്കുണ്ട്. ഇത് ഷോക്കിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് ഷോക്ക് മാറിക്കഴിഞ്ഞ് ഞാൻ എടുത്ത വണ്ടിയാണ്.
ഷോക്ക് മാറി. അപ്പോൾ ഷോക്കിന് ആ പ്രശ്നമില്ലായിരുന്നു. പിന്നെ വന്നത് ജെൻ 1. ഇത് ജെൻ 1 ഇതിൻ്റെ സിംഗാമൊക്കെ വേറെ മോഡലാണ് വരുന്നത്. ഇതിന് ബെൽറ്റിന് ഉണ്ടോ കവറൊക്കെ വരുന്ന ജെൻ 1 മോഡലാണ്. പക്ഷേ ജെൻ 2വിനാണ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അറിയത്തില്ല ഇതിൻ്റെ ബൂട്ട് പീസ് ഉണ്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഫുൾ സാധനം സെറ്റ് ചെയ്യാം. അപ്പം ജെൻ 2വിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് സിംഗാമ്പ് വേറെ മോഡലാണ് വരുന്നത്. അവർ കുറേ മാറ്റങ്ങൾ വരുത്തിയാണ് ജെൻ 2 ഇറക്കിയത്. ജെൻ 2വിന് ഇച്ചിരി പ്രശ്നം വരുന്നുണ്ട്. അത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ജെൻ 2 അവിടെ ഇരിക്കുന്നത്. ജെൻ 1 അങ്ങനെ കംപ്ലയിൻറ്റ് കാണുന്നില്ല. പക്ഷേ പീരിയോഡിക് സർവീസ് ഒരു 5000 കിലോമീറ്റർ 5000 കിലോമീറ്റർ ഒരു പീരിയോഡിക് സർവീസ് വെക്കുവാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. അവർക്ക് വണ്ടിയെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്യില്ല. അവിടെ എല്ലായിടത്തും സർവീസും ഉണ്ട്. നമ്മുടെ സാധാ വണ്ടിക്ക് എല്ലാ വണ്ടി ഇപ്പം എൻ്റെ ഹോണ്ട എടുത്ത് തന്നെ ഒരു 4 വർഷത്തോളം ആകുന്നു ഇപ്പോൾ ഹോണ്ട എടുത്തിട്ട്. ഹോണ്ടയ്ക്ക് തന്നെ സർവീസിന് മാത്രമായിട്ട് എനിക്ക് 30-35,000 രൂപയ്ക്ക് മേളിയായിട്ടുണ്ട്. കാരണം പീരിയോഡിക് സർവീസ് തന്നെ 5000 രൂപ 6000 രൂപ ആവും. ഒരു ആനയെ മേയ്ക്കുന്ന പോലെയാണ് ഈ വണ്ടി മേയ്ക്കുന്നത്. ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. കിട്ടിയ അവസരം മുതലാക്കുക വേണ്ടേ, വെള്ളത്തിൽ കളിക്കേണ്ടിരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഓലയുടെ കാര്യങ്ങൾ. ഓല നൈസ് വണ്ടിയാണ്, നമ്മൾ നോക്കിയാൽ മതി. വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ എല്ലാവർക്കും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. ചിലവർക്ക് ചിലപ്പം എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വരും. പക്ഷെ അത് ചെയ്ത് കൊടുക്കാൻ സർവീസ് സെൻറ്ററിൽ ഒരു ഇതില്ല. അതിൻ്റെ പ്രശ്നമായിരിക്കും മെയിനായിട്ട്. അല്ലാതെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നോട് ചോദിക്കുന്നതോട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ എടുക്കുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം വരികയും ചെയ്യും. ചിലപ്പോൾ സാധനങ്ങൾ കിട്ടാൻ ഇപ്പോൾ എൻ്റെ MCU പോയപ്പോൾ എനിക്ക് MCU കിട്ടാൻ താമസമാണെങ്കിൽ കുറേ ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതുപോലെ MCU അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ തന്നെ വണ്ടി എത്തി. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഹാൻഡിൽ ലോക്കിൻ്റെ പ്രശ്നം വന്നപ്പം ഒരു 2 ആഴ്ചയോളം അവിടെ ഇരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കൊരു ബുദ്ധിമുട്ട് വന്നത് മനസ്സിലായി. കാരണം ഹാൻഡിൽ ലോക്ക് അവർക്ക് വരാനുള്ളൊരു താമസം ഉണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് 5 മിനിറ്റിനുള്ളിൽ റെഡിയാക്കി തന്നു. പിന്നെ പുട്ട് ടെസ്റ്റ് ഒടിഞ്ഞു പോയി, അത് മാറിയപ്പം 500 രൂപ അതപ്പോൾ തന്നെ അവർ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഉള്ളത് ഇതിൻ്റെ ബ്രേക്ക് പാഡ് എൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടുണ്ട് ഞാൻ. ബ്രേക്ക് പാഡ് ഞാൻ തന്നെ മാറുന്നത്. ഇപ്പം ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് ഞാൻ മാറി. ഓൺലൈനിൽ 300 രൂപ മേടിക്കാൻ കിട്ടും. 2 ബ്രേക്ക് പാഡോട് 300 ചില്ലാൻ രൂപത്തുള്ളൂ. അത് നല്ല ബ്രേക്ക് പാഡാണ്. കാരണം അവിടെ കൊടുക്കണമെങ്കിൽ ഒരു ബ്രേക്ക് പാഡ് തന്നെ 900 രൂപ. പിന്നെ ഒരു ദിവസം ഫുള്ള് അവിടെ ഇരിക്കുകയും വേണം. അപ്പോൾ ഇപ്പം ഞാൻ തന്നെ മാറുന്നത്. ഇപ്പം 3 ഇപ്പോൾ ബ്രേക്ക് പാഡ് മാറാൻ ഞാൻ അങ്ങനെ ഷോറൂമിൽ കൊടുത്തിട്ടില്ല. ഫുള്ള് ഞാൻ തന്നെ മാറുന്നത്. ഇപ്പം ഇവിടെ ഇനി ഒരു ബാക്കിലെ ബ്രേക്ക് പാഡ് മാറാനുണ്ട്. അത് ഞാൻ ഞായറാഴ്ച സമയം കാണുമെന്ന് അറിയില്ല. ഒരു ദിവസം അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് പാഡ് മാറുന്നത് സിമ്പിളാണ്. ഞാൻ പിന്നെ എല്ലാം സെറ്റ് മൊത്തം മേടിച്ചു. ഇതിൻ്റെ എന്തെങ്കിലും പണി വന്നാൽ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അവിടെ ഇരുന്ന് പോകും. അപ്പോൾ ഒരു ദിവസം നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഹോണ്ടയിൽ പോകേണ്ടി വരും. അത്രയും പെട്രോൾ ഒരു 200-250 രൂപ പെട്രോൾ തന്നെ ആവും. ഇതാകുമ്പം നമുക്ക് ബാഗും എല്ലാം വെച്ച് ഫ്രീ ആയിട്ട് പോയിട്ടിരാം. അത് എനിക്ക് കളക്ഷനാണ്. അപ്പം ഒരു ദിവസം എങ്ങനെ പോയാലും ശാസ്താംകോട്ട റൂട്ട് ലാബിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പം ശാസ്താംകോട്ട അത്രയും റൂട്ടും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും. ഒരു 80-90 കിലോമീറ്റർ എങ്ങനെ പോയാലും ഓടണം. ഡെയിലി ഒരു 90-100 കിലോമീറ്ററിനടുത്ത് ഓടും. പിന്നെ ഇതാണ് ലാഭം. അപ്പം ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഓലയുടെ കഴുകി എന്ന് പറയാം. ഇതേ അപ്പുറം മാത്രമേ നീ കഴിയുള്ളൂ. ഇപ്പുറം കഴിയിട്ടില്ല. കിട്ടിയ അവസരത്തിൽ രാവിലെ അവിടെ കിടന്ന് ആറാടുകയാണ് ഗൈസ്, ആറാടുകയാണ്. ഹലോ, എടി അരിക്കുള്ളോ? അത് പിന്നെ നോക്കുവോ? നിനക്ക് അകത്ത് വെള്ളമില്ലാത്തവരാണോ? ഹലോ, അയ്യടാ എൻ്റെ ഒരു ചിരി സന്തോഷം. 2 വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയ സന്തോഷമാണ്. മതി ഇങ്ങ വാ ബാ. ആ കൊച്ചോ ഏത് ഭാഷ നമുക്കറിയത്തില്ല. അറിയാമെന്ന് കണ്ടുപിടിക്കാം. വന്നേ ബാ വന്നേ. അടച്ച് വൈപ്പടിച്ച്. ആ മതി ബാ. അമ്പി ഇപ്പൊ അന്യനായി. ദിസ് ഇസ് അന്യൻ വെർഷൻ. ആരോടാ? ഇത് അന്യം വെർഷനാണ് ഗൈസ്. എന്തുവാ വെള്ളം തോന്നി? തുറന്നേ ഇങ്ങോട്ട് കാണിച്ച്. എൻ്റെ സന്തോഷം. അപ്പം ഇത്രേ ഉള്ളൂ.
ഓലയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഞങ്ങൾ നാളെ തന്നെ ഞങ്ങൾ ഹോണ്ടയുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പരിധികളുണ്ട്, നമുക്ക് അധികം അങ്ങനെ കണ്ട് ശീലമാണ് വീഡിയോ എടുത്ത്. നേരത്തെ പബ്ജി കളിച്ചപ്പോൾ ഉള്ളൊരു വീഡിയോ എടുത്തിട്ടുള്ള അത് ലൈവായിരുന്നു. ഇപ്പം ഞങ്ങളിങ്ങനെ എടുക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് സമയമുണ്ട്, മടി കൊണ്ടാണ് ഇത്ര നാൾ ചെയ്യുന്നത്. ഇപ്പം മടിയെല്ലാം മാറ്റിച്ച് ഞങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബായ്. ടാറ്റ. ഞങ്ങൾ ഒറ്റ സ്റ്റിച്ച് എടുത്ത വീഡിയോ, ഈ വീഡിയോ അതുപോലൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുക. ബാക്കി എല്ലാം ഇനിയുള്ള കാര്യങ്ങളൊക്കെ പതിയെ പഠിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഓക്കെ, ബൈ. ഓലയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, കമൻറ്റ് ഇട്ടാൽ മതി. ഓലയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വണ്ടിയെക്കുറിച്ചെല്ലാം ഫുൾ പഠിച്ചു.